മണാലിയിൽ വന്നപ്പോൾ സിസു വില്ലേജിലോട്ടുള്ള റോഡ് ഇന്നലെ തുറന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പിടിച്ച് നേരെ സിസു വില്ലേജിലോട്ട് വിട്ടു കേട്ടോ. ഇവിടുന്ന് 24 കിലോമീറ്റർ ഉണ്ടെന്നും സ്നോയുടെ ഇടയിലൂടെയാണ് പോകുന്നത്. വണ്ടി എങ്ങാനും സ്നോയിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ ചെയിനൊക്കെ ഉപയോഗിച്ച് ടയറിൽ ചുറ്റി വലിച്ച് കയറ്റി വേണം പോകാനെന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട്. റോക്താങ് പാസിലോട്ട് പോകുന്ന റോഡും ഇത് തന്നെയാണ് കേട്ടോ. We are going to Atal Tunnel. After that, tunnel distance is 9 kilometers. After the we cross tunnel, there is a place called Sisu, and there is such a wonderful place. Okay. We will enjoy. Okay. From where are you guys? I'm from Kerala. Kerala. Oh. Kerala, yeah. ഇനി അങ്ങോട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. 45 മിനിറ്റ് നീളുന്ന വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന റോഡിലൂടെ രണ്ട് സൈഡിലും ഹെവി ആയിട്ടുള്ള സ്നോയൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു വ്യൂ. ഓരോ വളവ് കഴിയുമ്പോഴും ഓരോ പുതിയ ഫ്രെയിമിൽ തീർത്ത മനോഹരമായ പെയിന്റിംഗ് പോലെയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തീർത്ത് ആകാശത്തിന്റെ നീല നിറം കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് മഞ്ഞു മൂടിയ ഗാംഭീര്യമുള്ള കൊടുമുടികൾ പശ്ചാത്തലമാക്കി വച്ച് കരിമ്പച്ച നിറത്തിൽ നിൽക്കുന്ന ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു പോകും. ഒരു 12 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ അടൽ ടണലിലെത്തും. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മല തുരന്ന് പണിത 9 കിലോമീറ്റർ നീളമുള്ള ടണൽ കടന്നു വേണം സിസു വില്ലേജിൽ എത്താൻ. അതിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കണ്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ്.